ഹുർമൂസ് പ്രതിസന്ധികൾക്കിടയിലും തടസ്സമില്ലാതെ ഒമാന്റെ എണ്ണ കയറ്റുമതി. ഭിക്ഷാടനത്തിന്റെ മറവിൽ കവർച്ച, വനിതകളടങ്ങിയ സംഘം മസ്കത്തിൽ പിടിയിൽ. ചരക്കു നീക്കത്തിന് ട്രാൻസ്പോർട്ട് രേഖ നിർബന്ധമാക്കി ഗതാഗത മന്ത്രാലയം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഹുർമൂസ് കടലിടുക്കിലുണ്ടായ സമീപകാല സുരക്ഷാ ആശങ്കകളും സംഘർഷങ്ങളും ഒമാന്റെ എണ്ണ കയറ്റുമതിയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് ഊർജ ധാതുവിഭവ മന്ത്രി സെലിം ബിൻ നാസർ അൽ ഔഫി വ്യക്തമാക്കി. മസ്കത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഹുർമൂസ് കടലിടുക്കിലെ സംഭവങ്ങൾ എണ്ണ കയറ്റുമതിയെ ബാധിച്ചിട്ടില്ല. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമായിരുന്നുവെന്നും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് ഏതാനും മണിക്കൂറുകൾ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നതെന്നും മന്ത്രി പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിലും രാജ്യത്തിന്റെ എണ്ണ കമ്പനികളുടെ ഉൽപാദന ശേഷിക്ക് അനുസൃതമായ കയറ്റുമതി സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഒമാന്റെ ഊർജ്ജ മേഖല സുസ്ഥിരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതകളിലൊന്നായ ഹുർമൂസ് കടലൊടുക്ക് വഴിയാണ് ഒമാൻ, സൗദി, ഇറാഖ്, കുവൈറ്റ്, ഖത്തർ, UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ വലിയൊരു പങ്ക് ക്രൂഡ് ഓയിൽ കയറ്റുമതിയും നടക്കുന്നത്. മസ്കത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്ന് 20,000 റിയാലിലധികം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും വസ്തുക്കളും മോഷ്ടിച്ച സംഭവത്തിൽ അറബ് വനിതകളടങ്ങിയ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭിക്ഷാടനം മറയാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇവരുടെ മോഷണ രീതിയെന്ന് പോലീസ് വ്യക്തമാക്കി. വീടുകളുടെ പുറത്ത് ഷൂസിനകത്തോ ഡോർമാറ്റിന് കീഴിലോ സൂക്ഷിച്ചിരുന്ന സ്പെയർ കീകൾ കണ്ടെത്തിയാണ് സംഘം വീടുകളിലേക്ക് അനായാസമായി പ്രവേശിച്ചത്. വാതിൽ തകർക്കാതെയും ബലം പ്രയോഗിക്കാതെയുമായിരുന്നു മോഷണം. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അന്വേഷണത്തിനൊടുവിലായിരുന്നു പ്രതികളെ പിടികൂടിയത്. വീടുകളുടെ പുറത്ത് സ്പെയർ കീകൾ സൂക്ഷിക്കരുതെന്നും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഒമാനിലെ ട്രക്കുകൾ വഴിയുള്ള ചരക്കു നീക്കത്തിന് ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റ് നിർബന്ധമാക്കി ഗതാഗത, വാർത്താ വിനിമയ, വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം. ചരക്കു നീക്കം ആരംഭിക്കുന്നതിന് മുമ്പ് ഡോക്യുമെന്റേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. ലാൻഡ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് ആൻഡ് ഡിസ്പാച്ച് ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കുന്നവർ, ഒമാനിലേക്ക് പ്രവേശിക്കുന്ന വിദേശ ട്രക്ക് ഓപ്പറേറ്റർമാർ ഉൾപ്പെടെ ചരക്കു നീക്കവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പുതിയ നിയമം ബാധകമായിരിക്കും. റോഡ് ഗതാഗത മേഖലയെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനായാണ് പുതിയ നടപടി. നിർബന്ധിത ട്രാൻസ്പോർട്ട് രേഖകൾ ചരക്കു നീക്കം നിരീക്ഷിക്കാനും നിയമപാലനം ഉറപ്പാക്കാനും സഹായകരമാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഔദ്യോഗിക ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ നഫീദ് വഴിയാണ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. ഒമാനിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഏർപ്പെടുത്തിയ നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പരിസ്ഥിതി അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നിയമലംഘകർക്കെതിരെ 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ഈടാക്കും. ലംഘനം ആവർത്തിച്ചാൽ പിഴ തുക ഇരട്ടിയാകുമെന്നും അധികൃതർ അറിയിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുകയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് നടപടി ശക്തമാക്കിയിരിക്കുന്നത്. പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം അതോറിറ്റി പൊതുജനങ്ങളെയും വാണിജ്യ സ്ഥാപനങ്ങളെയും ഓർമ്മിപ്പിച്ചു. പരിസ്ഥിതി സൗഹൃദ ബാഗുകളിലേക്ക് ഉപഭോക്താക്കൾ മാറണമെന്നും നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും പരിസ്ഥിതി അതോറിറ്റി പൊതുജനങ്ങളോടും വ്യാപാര സ്ഥാപനങ്ങളോടും അഭ്യർത്ഥിച്ചു. ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.